സോ എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം. നമ്മുടെ ഫിഫ്ത്ത് ഡേ ആണ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. മൊഡ്യൂൾ 4 ആണ്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുള്ളത്. സോ നമ്മളുടെ ലാസ്റ്റ് 4 ഡേയ്സിൻ്റെ പ്രോഗ്രാം സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും നമ്മൾ ചാറ്റ് ജി പി ടി കവർ ചെയ്തു. ചാറ്റ് ജി പി ടിയുടെ ഒരുപാട് ട്രിക്സുകൾ കവർ ചെയ്തു. സോ അതുപോലെ തന്നെ ബാർഡ് കവർ ചെയ്തു. ബാർഡിൻ്റെയും റിയൽ ടൈം ആൻഡ് എങ്ങനെ ഡാറ്റാസ് എടുക്കണം, അതുപോലെ ട്രിക്സുകളും അതിൻ്റെ സെറ്റിങ്സുകളും ഫങ്ഷൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്നലെ വരെ എടുത്തിട്ടുണ്ടായിരുന്ന സെക്ഷൻസ് ഓക്കെ ആണോ? സോ ഞാൻ അതുപോലെ ഇന്നലെ നിങ്ങൾക്ക് റെക്കോർഡഡ് സെക്ഷൻ, നമ്മൾ ഫസ്റ്റ് ബാച്ചിൻ്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവരും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സോ ഏതെങ്കിലും ഒന്നുകൂടിയും പറയേണ്ട ടോപ്പിക് ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും നമ്മൾ ഒന്നുകൂടിയും കവർ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടിയും റിപ്പീറ്റ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് നോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. മനസ്സിലായിട്ടില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്താൽ സോ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ. ബാർഡ് ഓപ്പൺ ആക്കാൻ വേറെ ആർക്കൊക്കെ ഇഷ്യൂസ് ഉള്ളത്? വേറെ എന്തൊക്കെ ഇഷ്യൂസാണ് വേറെ ആർക്കൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത്? വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും? സോ ബാർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ അതുപോലെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ ബാക്കിയുള്ള എല്ലാവർക്കും? അനീന, റസീന, ആയിഷ സന, ജുമാന ആൻഡ് റിഫ, ഫാത്തിമ, ഷാനോ, ബാക്കിയുള്ളവർക്കും ഓക്കെ ആണോ? ഒന്ന് കമൻറ്റിൽ വന്നേ. ഓക്കെ. സോ ഓക്കെ, നമുക്ക് എന്നാലും ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളതോട് കാണിച്ചു തരാം. ഓക്കെ. സോ വൺസ് അഗെയിൻ വെൽക്കം. നമ്മുടെ മൊഡ്യൂൾ 4ൻ്റെ സെക്ഷനാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നുള്ളത്. ലാസ്റ്റ് ഡേയ്സിലായിട്ട് നമ്മൾ ചാറ്റ് ജി പി ടിയും ബാർഡും ആയിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. സോ ഒന്നുകൂടിയും നമുക്കൊന്നുകൂടിയും ഞാൻ ബാർഡിൻ്റെത് ഒന്നുകൂടിയും കാണിച്ചു തരാം. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി സെക്ഷൻ. ആൻഡ് മാക്സിമം എല്ലാവരും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങളാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. സോ നിങ്ങൾക്കുള്ള ബിഗ് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വരും ഡേയ്സുകളിൽ നമ്മൾ അനൗൺസ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ നമ്മളെ വിശ്വസിച്ച് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തവരാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രാൻഡ് സർപ്രൈസ് ആൻഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുക. നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് പുതിയ ന്യൂസ് കാര്യങ്ങൾ, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ വിത്തിൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളുടെയൊക്കെ ഹ്യൂജ് സപ്പോർട്ട് എന്തായാലും അതിനും വേണം. ഓക്കെ. സോ ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് വരാം. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണ് എല്ലാവർക്കും? സ്ക്രീൻ വിസിബിൾ ആണെങ്കിൽ ഒന്ന് യെസ് കമൻറ്റ് ചെയ്തേ. ഇനി ആരെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ബാർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടുണ്ട്. ഓക്കെ. സോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ബാർഡ് എന്ന് അടിച്ചാൽ മതി. സോ നേരെ ഫസ്റ്റിൽ വരുന്ന ലിങ്കിൽ കയറിയാൽ മതി. ലിങ്കിൽ നേരെ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു പെർമിഷൻ ചോദിക്കാനുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവുക. ഞാനിത് പുതിയതായിട്ട് എടുത്തതാണ്. ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് വേറൊരു മെയിലിലൂടെയും ട്രൈ ചെയ്ത് നോക്കാം. ബാർഡ് എടുക്കാം. സോ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവും മതിയല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക്. സോ ട്രൈ ബാർഡ് കൊടുക്കാം. മോർ ദെൻ എഗ്രി കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കാം. സോ ഇത്ര സെറ്റപ്പ് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു മോർ എന്നുള്ള ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾ ചിലപ്പം മിസ്സായി പോയിട്ടുണ്ടാവുക.
ഷഹാന നിങ്ങൾ ചിലപ്പോൾ അവിടെ ആയിരിക്കും മിസ്സായിട്ടുണ്ടാവുക. ആ മോർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ അവിടെ പോയിട്ടൊന്ന് അത് എന്താക്കിയാൽ മതി, എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഓക്കെ. സോ നിങ്ങൾ ഓക്കെ ആയല്ലോ ഇപ്പം. ഓക്കെ, താങ്ക് യു. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ലോഗിൻ ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടോ? സോ അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാം, ദെൻ വോയിസ് കൊടുക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ പറഞ്ഞ അതേ ഒരു മോഡൽ ആൻഡ് സെറ്റപ്പ് ആണ് ഇവിടെയും വരുന്നുള്ളത്. സോ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ബാഡ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ബാഡ് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ബാഡ് എന്നൊന്ന് കമന്റ് ചെയ്തേ. ഇനി ബാഡിൽ എന്തെങ്കിലും കവർ ചെയ്യേണ്ടതുണ്ട് ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ. സോ ആരും ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അയച്ചു തന്നിട്ടില്ലായിരുന്നു, എനിക്കും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാതിരുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആയാലും മതി, അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം, നമുക്കൊന്ന് കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യാമല്ലോ. ഓക്കെ. ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കാം, എനിക്ക് ടൈം കിട്ടായിട്ടായിരുന്നു. സോ നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. സോ ആ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ. സോ ഇതായിരുന്നു നമുക്ക് ബാഡിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. സോ ഓക്കെ, നമുക്ക് എന്നാൽ ഇന്നത്തെ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ. ഞാൻ എൻ്റെ ഫ്ലെയർ ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രസന്റേഷനിലേക്കാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് പ്രസന്റേഷൻസ് സെറ്റ് ചെയ്യാം, എന്തൊക്കെ ടൂളുകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, ഈ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നുള്ളത്, മെയിൻ ആയിട്ടുള്ളത്. സോ അതിന് മുന്നേ തന്നെ ചെറിയൊരു വേറെ ടോപ്പിക് കൂടി നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എടുക്കുന്ന ഡാറ്റാസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AI ഡിറ്റക്റ്റഡ് ഡാറ്റാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കോളേജുകളിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ ഇതിനൊന്നും ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റാസ് ആയിരിക്കും അവിടുന്ന് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. സോ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നുള്ളത്. ഓക്കെ. സോ അതിന് നമുക്കൊന്ന് റിയൽ ടൈം ആയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടുന്ന് നമ്മൾ ഇന്നലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഡാറ്റാസ് എടുക്കാൻ പോവാണ്. ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് എന്താക്കാം, ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ. സോ അതൊന്ന് കൊണ്ടുപോയിട്ട് ഈ ഒരു സൈറ്റിൽ കൊണ്ടുപോയിടാം. സോ ഓക്കെ, സോറി. സോ നിങ്ങൾ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ ഓക്കെ, സൈറ്റിൻ്റെ പേര് വരുന്നത് AI ടെക്സ്റ്റ് കൺവേർട്ടർ ഡോട്ട് കോം എന്നുള്ള സൈറ്റാണ്. സോ അതിൽ നിങ്ങൾക്ക് കയറിയാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. സോ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് നിങ്ങൾ എടുത്താൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള എൻ്റർ യുവർ കണ്ടന്റ് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ നിങ്ങളുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ ഒരു കോഡ് അടിക്കാനുണ്ട്, 102.110. അതായത് നിങ്ങൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഓരോ കോഡായിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. സോ അതൊന്ന് ഇവിടെ കൺവേർട്ട് കൊടുക്കാം. സോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു ഹ്യൂമൻ എങ്ങനെയാണോ എഴുതിയാൽ ഉണ്ടാവുക, സോ ആ ഒരു ടൈപ്പിലേക്കുള്ള ഡാറ്റ
ആക്കിയിട്ട് ഇവിടുന്ന് എന്താക്കുന്നുണ്ട്, മാറ്റി തരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. സോ ഇവിടെ കണ്ടോ, ഇവിടുന്ന് കിട്ടുന്നുള്ള ഡാറ്റാസ് നമ്മൾ ഒരു ഹ്യൂമൻ എങ്ങനെയാണോ റൈറ്റ് ചെയ്താലുണ്ടാവുക ആ ഒരു വേർഡ്സ് ആൻഡ് കണ്ടന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഇവിടെ നോക്കിയാൽ, മുകളിലത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഇല്ലാതെ ഒരു എന്താ പറയുക, നമുക്കൊരു നോർമൽ ഹ്യൂമൻ റൈറ്റിങ്ങിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയിലും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. സോ ചാറ്റ് ജി പി ടി എടുക്കുക, നമ്മളുടെ ഇങ്ങനെ ആയിരിക്കും ഇന്റർഫേസ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നേരെ ഇവിടെ സെർച്ച് എടുത്ത് നേരെ ഹ്യൂമൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, ഹ്യൂമൻ ലൈക്ക് റൈറ്റിംഗ്, ഹ്യൂമൻ റൈറ്റിംഗ്, അങ്ങനെ ഓരോ ഇതിൽ പറയുന്നത് 100% ഹ്യൂമൻ സ്കോർ എന്നുള്ളത്. സോ അതിലേക്ക് നമ്മളുടെ ഈ കണ്ടന്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. സോ ഇവിടെ കൺവേർട്ട് ചെയ്ത് തന്നത് കണ്ടോ. ഓക്കെ. സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മളുടെ കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് എ ഐ ടെക്സ്റ്റ് കൺവേർട്ടർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ടോ നമുക്ക് മാറ്റാൻ പറ്റും. സോ അതുപോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയതാണെന്നുള്ള ഒരു ഫീല് ചിലപ്പം നിങ്ങളുടെ വർക്കിൽ ഒന്നുകൂടിയും വരാൻ മതി. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തായാലും കോളേജിലായാലും എഡ്യൂക്കേഷൻ രംഗത്തായാലും എവിടെയും ഇത് യൂസ് ചെയ്യാം. ഓക്കെ. സോ ക്ലിയർ ആണോ? ഇതായിരുന്നു നമുക്ക് ഇന്ന് ഒരു ചെറിയ ടോപ്പിക്കായിട്ട് പറയേണ്ടത്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാം. സോ ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യോ? ഒന്ന് എല്ലാവരും ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കവർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് കയറാം. ഓക്കെ. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ പ്രസൻറ്റേഷൻസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതായത് നിങ്ങളുടെ കോളേജുകളിലേക്കുള്ള അസൈൻമെൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യാനും സെമിനാറുകൾ പ്രസൻറ്റ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻ പി പി ടികൾ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നുള്ളത്. സോ അതുപോലെ തന്നെ നിങ്ങളൊരു പ്രസൻറ്റേഷൻ എഴുതിയെടുക്കുകയാണെങ്കിൽ, ഒരു പ്രസൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു 10 പേജുള്ള പ്രസൻറ്റേഷൻ വിത്ത് കണ്ടന്റ്, ഹെഡ്ലൈന്, ടോപ്പിക് ആൻഡ് ഇമേജ് അടക്കം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര ടൈം വേണ്ടി വരും? ഞാൻ നിങ്ങൾക്കൊരു ടൈം, ഒരു വർക്ക് തരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ടീച്ചർ റിക്വസ്റ്റ് ചെയ്യാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി. ഒരാഴ്ച മുന്നേ പറഞ്ഞതായിരുന്നു, നമ്മൾ ആ ദിവസം നമ്മൾ ക്ലാസ്സിൽ പോയിട്ടില്ല. സോ നാളെയാണ് ക്ലാസ് ഉള്ളത്. ഇന്ന് നമ്മൾ സ്റ്റുഡൻസ് ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് നാളെ പ്രസൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ചെയ്ത് തീർക്കാൻ എത്ര ടൈം എടുക്കും? ഒരു പ്രൊഫഷണൽ പ്രസൻറ്റേഷൻസ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എത്ര ടൈം വേണം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ എത്ര ടൈം എടുക്കും ഒരു പ്രസൻറ്റേഷൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് എത്ര ടൈം വേണമെന്നുള്ളത് നോക്കട്ടെ എല്ലാവരും. ഓക്കെ. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എത്ര ടൈം വേണ്ടി വരും നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻസ് ചെയ്തെടുക്കാൻ? ജുമാന, റിഫ, റസീന, ഐഷസന, ഷഹാന ആൻഡ് എവരി വൺ, ജസ്റ്റ് കമൻറ്റ് ചെയ്തേ. 1 or 2 days. ഓക്കെ. സോ അതേഴ്സ്, ബാക്കിയുള്ളവർ എത്ര ടൈം എടുക്കും? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യ്. ഓക്കെ. സോ ഞാൻ ലാസ്റ്റ് ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയ ടൈമിൽ ഉണ്ടായിരുന്നത്, അവർ ചോദിച്ചപ്പോൾ ഏകദേശം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 2 വീക്സ് അല്ലെങ്കിൽ ഒരു 1 വീക്സ് മിനിമം വേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ അവിടുന്ന് ഈ ഒരു പി പി ടി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ഭയങ്കര അവർ തന്നെ അതിശയപ്പെട്ടു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എല്ലാവരും അത്രത്തോളം ടൈം വേസ്റ്റ് ചെയ്യുന്ന ടൈമിനാണ് നമ്മൾ ഭയങ്കര രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. ഓക്കെ. സോ നമുക്ക് നിങ്ങൾ 2 ദിവസവും 3 ദിവസവും ഒരാഴ്ചയും അതുപോലെ 1 ഡേയും ഒക്കെ എടുത്ത് ചെയ്യുന്ന പ്രസന്റേഷനുകൾ നമുക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്താലോ? എങ്ങനെ ഉണ്ടാവും? എക്സൈറ്റഡ് ആണോ?
സോ ഓക്കെ ഓക്കെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് പഠിക്കണോ? എല്ലാവർക്കും അറിയണോ? സോ ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ടൂൾ എന്ന് പറയുന്നുള്ളത്. ഗാമ ഗാമ എന്നാണ് നമ്മളുടെ സൈറ്റിൻ്റെ പേര് പറയുന്നത്. സോ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യാം. 1 മിനിറ്റ്. സോ ഇത് നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്ത് നോക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി ഈ ലിങ്ക് കയറിയിട്ട് എല്ലാവരും ഒന്ന് ലോഗിൻ ചെയ്യും. ജസ്റ്റ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ലിങ്കിൽ എല്ലാവരും ഒന്ന് കയറുക. ദെൻ നിങ്ങൾ എന്താക്കുക, ഒന്ന് ലോഗിൻ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് ലോഗിൻ ചെയ്തതിനു ശേഷം പറയാം. ഓക്കെ എവരി വൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. ലോഗിൻ ചെയ്തതിനു ശേഷം പറയാം. ഓക്കെ, സോ അതുവരെ ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൺ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഡൺ കമൻറ്റ് ചെയ്തേ. സോ ഒരു 2 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും ലോഗിൻ ചെയ്തോ? എല്ലാവരും ലോഗിൻ ചെയ്തോ? നിങ്ങൾ ലോഗിൻ ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആരെങ്കിലും ബാക്കിയുള്ളവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞോ? എല്ലാവർക്കും ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. സോ നമുക്ക് കവർ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഒരു 1 മിനിറ്റോട് വെയിറ്റ് ചെയ്യാം. നിങ്ങളിപ്പം തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് പിന്നീടും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ആവും. ഓക്കെ, ഓക്കെ, യെസ്, ഓക്കെ, യാ ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാവരും ചെയ്തോ? ഓക്കെ, ആർക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? സോ എന്നാൽ നമുക്ക് ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് തന്നെ പോവാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു 3 സ്ലൈഡുകൾ, ഒരു ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രസന്റേഷൻസ്, ഡോക്യുമെന്റ്, വെബ്സൈറ്റ്, വെബ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 3 പേജ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഓക്കെ, സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം എടുത്താൽ ചിലപ്പോൾ ഈ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ, ന്യൂ ഫ്രം ബ്ലാങ്ക്, ഇമ്പോർട്ട്, ദെൻ ഇവിടെ കുറച്ച് സെറ്റിങ്സുകൾ, അതുപോലെ നിങ്ങൾ ചെയ്ത വർക്കുകൾ ഒക്കെ ഇവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ ടെംപ്ലേറ്റുകൾ, തീമുകൾ, കളർ ഫോൺസുകൾ, ഇൻവൈറ്റ് ലിങ്ക്, ക്രെഡിറ്റ്സ് ഒക്കെ കാണുന്നുണ്ടാവും. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് വെബ്സൈറ്റാ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ക്രെഡിറ്റ്സാണ് കാണുന്നുള്ളത്? ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ക്രെഡിറ്റ്സ് എന്ന് കാണുന്നുണ്ടാവും. എത്ര ക്രെഡിറ്റ്സാണ് നിങ്ങൾക്ക് കാണുന്നുള്ളത്? ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യ്. നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ്സാണ് കാണുന്നുള്ളത്? നിങ്ങൾക്ക് അവിടെ എത്ര ക്രെഡിറ്റ്സ് ആയിട്ടാണ് കാണുന്നുള്ളത്? ഓക്കെ, 600 ക്രെഡിറ്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നുള്ളത് എല്ലാവർക്കും? ഓക്കെ, ഓക്കെ. സോ ഇവിടെ നിങ്ങൾ ഓരോ ക്രെഡിറ്റ്സ്, അതായത് ഓരോ പ്രസന്റേഷൻസ് ചെയ്യുന്ന ടൈമിനും ഇവിടെ ഓരോ ക്രെഡിറ്റ്സ് കുറയും. അതായത് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് എന്താക്കാം, പ്രസന്റേഷൻ ആണെങ്കിൽ പ്രസന്റേഷൻ കൊടുക്കാം.
ദെൻ ഡോക്യുമെന്റ് വേണമെങ്കിൽ ഡോക്യുമെന്റ് എടുക്കാം, വെബ് പേജ് ആണ് വെബ് പേജ് എടുക്കാം. നമുക്ക് പ്രസന്റേഷൻ ആണല്ലോ നമുക്ക് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടുന്ന് പ്രസന്റേഷൻ എടുക്കാം. നിങ്ങളുടെ ടോപ്പിക് എന്താ? ഞാൻ ഇവിടെ ടൈപ്സ് ഓഫ് ഓഫ്ലൈൻ ആഡ്സ് ഇൻ IT സെക്ടർ, ഈ ഒരു ടോപ്പിക് ഞാൻ ഇവിടെ കൊടുത്തു. സോ ദെൻ ഇവിടെ അതിൻ്റെ സബ് ടോപ്പിക്സ് എനിക്ക് ഇവിടെ തന്നു. സോ ഇവിടെ കണ്ടല്ലോ 40 ക്രെഡിറ്റ്സ്. ഇവിടെ ഞാൻ ഈ ഒരു ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് 40 ക്രെഡിറ്റ്സ് ഇവിടെ എന്താവും, പോകുന്നുണ്ടാവും. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ 40 ക്രെഡിറ്റ്സ് പോകും. പക്ഷെ എൻ്റെ ഉള്ളത് 910 ക്രെഡിറ്റ്സ്. ദെൻ വേറൊരു അക്കൗണ്ടിൽ നോക്കിയാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇവിടുത്തെ എൻ്റെ അക്കൗണ്ടിൽ 1272 ക്രെഡിറ്റ്സ്. ദെൻ ഇവിടെ 270 ക്രെഡിറ്റ്സ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങളതിലും ഉണ്ടാകുക, എൻ്റെയിലും ഉണ്ടാകുന്നുണ്ടാവുക അല്ലേ? അതായത് സോറി, നിങ്ങളതിൽ ആകെ 600 ക്രെഡിറ്റ്സ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ 1000ഉം 2000ഉം 1000 2000 3000 ഒക്കെ ആയിട്ടുള്ള ക്രെഡിറ്റ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. സോ ഇവിടെ ഒരു പ്രോ പ്ലാൻ എന്നുള്ള ഒരു ഓപ്ഷനോട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ സാധനം യൂസ് ചെയ്യാൻ പെർ മന്തിനേക്ക് $10 ആണ് വരുന്നുള്ളത്. അതായത് $10 എന്ന് പറയുമ്പോൾ ഏകദേശം 1800 2000 സംതിങ് റുപ്പീസ് ആണ്, ഇന്ത്യൻ റുപ്പീസ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് 400 പ്ലസ് 7 ക്രെഡിറ്റ്സ് ആയിരിക്കും എവരി മന്തിൽ കിട്ടുന്നുണ്ടാവുക. ദെൻ ഗാമൻ്റെ ഒരു ബാഡ്ജ് പോകുന്നുണ്ടാവും. അതായിരിക്കും അവിടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നുള്ളത്. ഇതാണ് അതിൻ്റെ രണ്ടിലത്തെയും ഡിഫറൻസ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം $20 ആണ് വരുന്നുള്ളത്. സോ പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലാൻ ഒന്നും എടുത്തിട്ടില്ല. പ്ലാൻ എടുക്കാണ്ട് നിങ്ങൾക്കും ഇതുപോലെ ക്രെഡിറ്റ്സ് കയറ്റണോ? അതായത് ഈ ഒരു വെബ്സൈറ്റ് ഏകദേശം 2000 രൂപ പെർ മന്ത് യൂസ് ചെയ്യാനുള്ള ക്രെഡിറ്റ്സ് വേണ്ടി വരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണോ? ആർക്കൊക്കെ യൂസ് ചെയ്യണ്ടേ? ഫ്രീ ആയിട്ട് യൂസ് ചെയ്യേണ്ടവർ എത്ര പേർക്കുണ്ട്? അതായത് ഈ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് എത്ര പേർക്ക് കിട്ടണം? വേണ്ടവരൊന്ന് യെസ് കമൻറ്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഹാൻഡ് ഓക്കെ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ ഓക്കെ, പഠിക്കണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് ഒന്ന് പോകാം. സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഞാൻ എൻ്റെ ക്രെഡിറ്റ്സ് കുറവുള്ളത് വെച്ച് ഷെയർ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ക്രിയേറ്റ് ന്യൂ വിത്ത് AI എന്നുള്ളതുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാം: പേസ്റ്റ് ഇൻ ടെക്സ്റ്റ്, ജനറേറ്റ് ആൻഡ് ഇമ്പോർട്ട് ഫയൽ. അതായത് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് ടെക്സ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. അതായത് ഇവിടുന്ന് ടെക്സ്റ്റ് നിങ്ങൾക്ക് എവിടുന്ന് എടുക്കാൻ പറ്റും? നമ്മൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ പഠിച്ചതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. സോ ഇതിലേക്കുള്ള ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ടെക്സ്റ്റ് നിങ്ങൾ എവിടുന്നാ എടുക്കുക? ഇതുണ്ടാക്കാണോ ചെയ്യുക? കമൻറ്റ് ചെയ്യ്. നിങ്ങൾ എവിടുന്ന ഇതിനേക്കുള്ള ടെക്സ്റ്റ് എടുക്കുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യ്. ഒരു PPT ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് എവിടുന്നാ എടുക്കുന്നുണ്ടാവുക? എവരിവൺ ഫാസ്റ്റ്. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്താൽ മതി. എവിടുന്നാ എടുക്കുന്നുണ്ടാവുക? ഓക്കെ, ChatGPT ഓർ ബാർഡ്. യെസ്, ഓക്കെ, പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ. ഓക്കെ, താങ്ക് യു. സോ അപ്പോൾ നിങ്ങൾ എവിടുന്ന് എടുക്കേണ്ടത്? നിങ്ങൾ ChatGPTയോട് അല്ലെങ്കിൽ ബാർഡിനോട് പോയി പറയാം, എനിക്ക് പ്രസൻറ്റേഷൻസ് ചെയ്യാനുണ്ട്, സോ അതിലേക്കുള്ള കണ്ടന്റ് തരാൻ പറഞ്ഞാൽ അവിടുന്ന് കിട്ടൂലേ? പോയിന്റ് വൈസ് ആയിട്ടും ഹെഡ്ലൈൻസ് വെച്ചിട്ടും സബ് ഹെഡ്ലൈൻ വെച്ചിട്ടും എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ടുള്ള പ്രസൻറ്റേഷൻസിനുള്ള കണ്ടന്റ് അവിടുന്ന് കിട്ടൂലേ? സോ അത് കിട്ടിയാൽ നമുക്ക് എന്താക്കാം, ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി ആ പണി നമ്മൾ എടുക്കണ്ട. അതായത് കണ്ടന്റ് എടുക്കാനുള്ള പണി നമ്മൾ ചെയ്യണ്ട. അതായത് അവിടെ പോയി പ്രോംപ്റ്റ് കൊടുത്ത് സെർച്ച് ചെയ്ത് കണ്ടന്റ് എടുത്ത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്ന ടൈം അതും നിങ്ങൾക്ക് പോക്കണ്ട. ഒരു ദിവസത്തെ ആ ഒരു ടൈം കൂടി ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാണ്. ദെൻ ഇവിടെ നേരെ എന്താക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ആ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റേഷൻസ് ആൻഡ് ഡോക്യുമെന്റ് വെബ് പേജ് കാണും. 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും.
നിങ്ങൾക്ക് ഇവിടെ പ്രസന്റേഷൻസ് ആണ് ചെയ്യേണ്ടത്. സോ പ്രസന്റേഷൻസ് സെലക്ട് ചെയ്യാം. ഈവൻ ഡോക്യുമെന്റ് ആണെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. ഇൻ വെബ് പേജ് ആണെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ വെബ് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ ഞാനിവിടെ പ്രസന്റേഷൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ നെക്സ്റ്റ് യുഐയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈപ്പ് എ ടോപ്പിക് ഇൻ എനി ലാംഗ്വേജ്. ഓക്കെ. ഞാൻ ഒരു ടോപ്പിക് കൂടി കൊടുക്കുകയാണ്. ഓക്കെ. ഞാൻ കൊടുക്കുന്നില്ല, അല്ലെ നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കമന്റ് ചെയ്താൽ ആ ടോപ്പിക്കിന്റെ ഒരു പ്രസന്റേഷൻസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന ടോപ്പിക്കിലാവാം നമുക്ക് ഇന്നത്തെ പ്രസന്റേഷൻ ചെയ്യുന്നത്. സോ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻസ് ഉണ്ടാക്കി തരാം. ഓക്കെ. സോ എനിവൺ ജസ്റ്റ് ആർക്കെങ്കിലും പ്രസന്റേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ആ ടോപ്പിക്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പ്രസന്റേഷൻസ് ഈ ടോപ്പിക്കിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ഓക്കെ. സോ ഓക്കെ റിഫ, താങ്ക് യു. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ചെയ്ത് നോക്കാം. വുമൺ എംപവർമെന്റ്. ഓക്കെ. നല്ല ടോപ്പിക്കാണല്ലോ. ഓക്കെ. സോ ആ ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ സബ് ഹെഡിങ്സ് ഇട്ടത് കണ്ടോ? Importance of women empowerment and barriers and challenges of facing by women, strategy of promoting women empowerment, example of successful women empowerment initiatives, the role of education in women empowering women, impact of women's empowerment on society, and set up individual can take the supporting women empowerment. കണ്ടില്ലേ? ഈ ഒരു ടോപ്പിക് സബ് ഹെഡിങ് ടോപ്പിക് നമ്മൾ കണ്ടെത്താൻ എത്ര ടൈം എടുക്കും? ഒരു ടോപ്പിക്ക് കിട്ടിയാൽ അതിന് വേണ്ടിയിട്ടുള്ള സബ് ഹെഡിങ് കണ്ടെത്താൻ തന്നെ നമുക്ക് ചിലപ്പം 1-2 മണിക്കൂർ വേണ്ടി വരും. ഒരു ടോപ്പിക്ക് സബ് ഹെഡിങ് കിട്ടി അത് ഓക്കെ ആണോ, അതിൻ്റെ കണ്ടന്റ്സ് ബാക്കി പിന്നെ ഉണ്ടാക്കണം, അങ്ങനെ വളരെയധികം കൺഫ്യൂഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. സോ ആ ഒരു ടൈം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റില്ലേ? സോ ദെൻ നമുക്കിവിടെ പ്രസന്റ്, അതായത് എനിക്കിപ്പം ഈ ഒരു ടോപ്പിക്ക് വേണ്ട, ഞാനത് ഇവിടുന്ന് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കാം, നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ. സോ ഞാൻ ഈ ഒരു ടോപ്പിക്ക് മതി എന്ന് പറഞ്ഞു. സോ എനിക്ക് എന്താക്കാം, ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ട്രൈ അഗെയിൻ കൊടുത്താൽ അടുത്ത ഒരു കണ്ടന്റ് കൂടി നിങ്ങൾക്ക് എന്താക്കി തരും, ഇവിടെ സെറ്റ് ആക്കി തരും. കണ്ടോ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടന്റുകളാണ് ഓരോ റീഫ്രഷിലും നമുക്ക് കിട്ടുന്നുള്ളത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജും ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഹിന്ദിയിലേക്ക് അവൈലബിൾ ആണ്, നമ്മുടെ മലയാളം അവൈലബിൾ അല്ല. ഓക്കെ. സോ ഇംഗ്ലീഷിലാണ് നമുക്കൊക്കെ ചെയ്യേണ്ടി വരിക. സോ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, ദെൻ കണ്ടിന്യൂ കൊടുക്കാം. സോ ആ ഒരു ടൈമിന് നമ്മുടെ ഒരു 40 ക്രെഡിറ്റ്സ് അവിടെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ ഇവിടെ സർപ്രൈസ് മീ കൊടുത്തു. ദെൻ കണ്ടിന്യൂ കൊടുക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തീം സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു തീമിൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് സെറ്റ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്രീമിയം തീമുകളാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ അവിടുന്ന് ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യാം, ദെൻ കണ്ടിന്യൂ കൊടുക്കാം. ജസ്റ്റ് വെയിറ്റ്. എങ്ങനെയുണ്ട്? നിങ്ങൾ 2 ദിവസവും 1 ദിവസവും 3 ദിവസവും ഒരാഴ്ചയും ചെയ്തെടുക്കുന്ന പ്രസൻറ്റേഷൻസ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഇതാ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ 1 ദിവസവും 2 ദിവസവും 3 ദിവസവും ഒക്കെ എടുത്ത് ചെയ്യേണ്ടിയിരുന്ന ടൈം എടുത്ത് ചെയ്യുന്ന പ്രസൻറ്റേഷൻ വിത്തിൻ മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ആക്കി ഡൗൺലോഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആവോ? എങ്ങനെയുണ്ട്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യ്. എങ്ങനെയുണ്ട് ഈ ടൂള്? ലൈക്കായോ? നൈസ്. ഓക്കെ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയുണ്ട്? യൂസ് ആവുമോ? നിങ്ങളുടെ ഒരു 1 വീക്ക് 2 വീക്ക് ടൈമാണ് പിന്നെയും നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു 90% ഓഫ് ടൈം നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ, നിങ്ങളുടെ കമ്പനിയിലെ ബാക്കിയുള്ള സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ വർക്കിംഗ് നിങ്ങളുടെ കൊളീഗ്സ് ഇതൊന്നും അറിയാതെ അവരെന്താക്കണം, അവരുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്. 2 ദിവസത്തോളവും അല്ലെങ്കിൽ ഒരാഴ്ചയും 2 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പ്രസൻറ്റേഷൻസുകൾ ഉണ്ടാക്കാനും അസൈൻമെൻറ്റുകൾ എഴുതാനും സെമിനാറുകൾ എടുത്താൻ വേണ്ടിയിട്ടൊക്കെ അവർ കുറേ ടൈമുകൾ വേസ്റ്റ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, നിങ്ങൾ അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തു. ടേക്ക് ദ ആക്ഷൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുള്ളൂ. ലൈഫിൽ എന്ത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ആരാവണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കാണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല.
വിത്ത് മൈ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 19-ാം വയസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഓൺലി ദ അച്ചീവ് സോറി ആക്ഷൻ, അതായത് ഞാൻ അതിലേക്ക് എടുത്തത് കൊണ്ട്, ഒരു ആക്ഷൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സാധിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു ആക്ഷൻ എടുത്തതിന്, ആക്ഷൻ ടേക്കേഴ്സിനെ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതൊന്നും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ അത്രത്തോളം ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ പഠിച്ച് മാത്രം പോയാൽ പോരാ, ഇവിടുന്ന് കണ്ടാൽ മാത്രം പോരാ. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോടും വേണം. ഓക്കെ, സോ സ്ക്രീൻ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. 1 മിനിറ്റ്. ഓക്കെ, സോറി. സോ ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടി. ദെൻ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈൻ പറ്റിയില്ല. അതായത് ഇവിടുത്തെ ഒരു ഹെഡ്ലൈൻ നിങ്ങൾക്ക് ഓക്കെ ആയില്ല. അങ്ങനെയാണ് ഉണ്ടാക്കാം, ഇവിടുന്ന് എന്താക്കാം, ചാറ്റ് ജി പി ടി ഇതിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എ ടൂൾ ഇതിലും അവൈലബിൾ ആണ്. സോ ചേഞ്ച് ദി ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി, ഇവിടുന്ന് കൊടുത്തു. അതായത് ഇവിടെ തന്നിട്ടുള്ള എംപവറിങ് വുമൺ എന്നുള്ള സോറി വുമൺ എംപവർമെന്റ് എന്നുള്ള ഈ ഒരു ഹെഡ്ലൈൻ എനിക്ക് പറ്റിയില്ല. സോ ഞാൻ അവിടെ ചേഞ്ച് ദ ടോപ്പിക് പറഞ്ഞു, അതായത് എനിക്ക് ആ ഹെഡ്ലൈൻ മാറ്റി തരാൻ പറഞ്ഞു. സോ എനിക്ക് അവിടുന്ന് ഹെഡ്ലൈൻ മാറ്റി തന്നു. ഓക്കെ, സോ ഈ ഒരു ഇവിടെ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഓരോ ആ, എന്താക്കും, ക്രെഡിറ്റ്സ് കുറയുന്നുണ്ടാവും. സോ ഇവിടെ നിങ്ങൾക്ക് ഇതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഒരു എഡിറ്റ് വിത്ത് എ ഐ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഇതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ദെൻ ചേഞ്ച് ദ ഹെഡ്ലൈൻ കൊടുത്താൽ ഈ ഒരു ഹെഡ്ലൈൻ ചേഞ്ച് ചെയ്യും. ദെൻ ഞാനിവിടെ ഈ ഒരു ചേഞ്ച് ദി കണ്ടന്റ് കൊടുക്കുകയാണ്. ചേഞ്ച് ദി കണ്ടന്റ് കൊടുത്തു. സോ എനിക്ക് നേരത്തെ കിട്ടിയതും ഇവിടെ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കണ്ടന്റും എങ്ങനെയുണ്ട്, കണ്ടന്റ് പിന്നെയും മാറ്റി തന്നു. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഓരോന്ന് യൂസ് ചെയ്യാൻ അനുസരിച്ച് ഓരോ ക്രെഡിറ്റ്സ് തീരുന്നുണ്ടാവും. സോ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നേരെ ചാറ്റ് ജി പി ടി എടുക്കാം. ചാറ്റ് ജി പി ടിനോട് പറയാം ഒരു പ്രസന്റേഷൻ ചെയ്യാനുണ്ട്, സോ അതിലേക്കുള്ള കണ്ടന്റ് തരാൻ പറഞ്ഞാൽ അങ്ങനെയും ഇതെടുക്കാം. അതായത് ഇതൊന്നുകൂടി റീറൈറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ബിഗ് കണ്ടന്റ് ആക്കി മാറ്റണമെങ്കിൽ റീട്രൈ ഇതൊന്ന് ചാറ്റ് ജി പി ടി കൊടുക്കുക. റീറൈറ്റ് ബിഗ് കണ്ടന്റ് ഇൻ ഒരു 100 വേർഡ്സിലേക്ക് മാറ്റാൻ പറയാം. സോ നമുക്ക് ആ ഒരു കണ്ടന്റ് 100 വേർഡ്സിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ എന്താക്കും, ചാറ്റ് ജി പി ടി ഇവിടുന്ന് കണ്ടന്റ് തരും. സോ അതിവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് വേറെ ഇതൊന്നും വരില്ല. ഓക്കെ, ക്രെഡിറ്റ്സ് പോകുന്നുണ്ടാവില്ല. സോ ഈ ഒരു നിങ്ങൾക്ക് ഇതും എടുക്കണ്ട, അതായത് ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് അവിടെ പോയി ചാറ്റ് ജി പി ടി പോയി കണ്ടന്റ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ വേറൊരു എക്സൈറ്റിംഗ് സാധനം കൂടി കാണിച്ചു തരാം. കണ്ടോ, ഞാനിവിടെ ഒന്നും ചെയ്തില്ല, ബട്ട് ഇവിടെ കണ്ടന്റ് എഴുതി വരുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട്. അറിയണോ ഇതിന്റെ ട്രിക്ക്? വേണോ? ടൈപ്പ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് എങ്ങനെ എഴുതി ഉണ്ടാക്കാന്നുള്ളത്. ഓക്കെ, കിട്ടണോ? എല്ലാവർക്കും കിട്ടണോ? എല്ലാവരും കമന്റ് ചെയ്താലേ പറഞ്ഞുതരൂ, ബാക്കിയുള്ളവരോട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ജസ്റ്റ് ഒരു 3+ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങളെ കണ്ടന്റ് എടുക്കുക, ദെൻ ഒരു 3+ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കണ്ടന്റ് ആഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഈ ഒരു സാധനങ്ങളൊന്നും വേറൊരാൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടൈം അത്രത്തോളമാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആണോ ട്രിക്ക്? ഗാമൻ്റെ ഒരു ട്രിക്കിംഗ് കിറ്റ് തന്നെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു ട്രിക്സ് യൂസ് ചെയ്താൽ ഈ ഒരു നിങ്ങൾക്ക് ട്രിക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക കിറ്റ് തന്നെ നമ്മൾ
തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസിലേക്കും ഇതിലേക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ട്രിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം ഫാസ്റ്റ് ആക്കാൻ പറ്റും നിങ്ങളുടെ വർക്കിംഗ് ടൈം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഏതൊക്കെ കീസ് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ ഒരു ട്രിക്സിൻ്റെ കിറ്റും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ദെൻ നമുക്ക് ഇതിൽ ഇനി എന്താ ചെയ്യേണ്ടിയുള്ളത്? ഇവിടെ കണ്ടോ, ഇമേജ് അടക്കം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു വുമണിൻ്റെ ഇമേജ് അടക്കം. ദെൻ ചലഞ്ചസ് ഫേസിങ് ബൈ വുമൺ അത് കൊടുത്തത് കണ്ടോ, ബൈ 3 എക്സാമ്പിളൊക്കെ ആക്കിയിട്ട് 3 പോയിന്റ് ആക്കി അതിൻ്റെ ഒരു സബ് ഹെഡിങ് കൊടുത്തു, അതിൽ കണ്ടന്റുകൾ കൊടുത്തു. സോ വളരെ നീറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രസൻറ്റേഷൻ, ഇത്രയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? നമ്മൾ 2 ദിവസം 3 ദിവസം എടുത്ത് ചെയ്താലും ചിലപ്പം ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു പ്രസൻറ്റേഷൻസ് വിജയിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളറിങ് ആൻഡ് ബാലൻസിങ്, ദെൻ പ്രസൻറ്റേഷൻസിലേക്കുള്ള ടെക്സ്റ്റുകൾ, അതിലേക്ക് കൊടുത്തിരിക്കുന്ന കണ്ടന്റുകൾ, അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രസൻറ്റേഷൻസുകൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ളതിൻ്റെ ഒരു ഉന്മേഷം കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ കണ്ടോ, എംപവറിങ് വുമൺ ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, അതായത് വുമൺ എംപവർമെൻറ്റ് വേണ്ടിയിട്ട് പ്രയത്നിച്ച ആൾക്കാരുടെ പിക്ചേഴ്സ് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെയുണ്ട്? ഹൗ വാസ് ദി എങ്ങനെയുണ്ട്? എല്ലാവർക്കും യൂസ്ഫുൾ ആവുമോ ഈ ഒരു പ്രസൻറ്റേഷൻസ്? യൂസ് ചെയ്യുമോ എല്ലാവരും? ഓക്കെ, സോ ഈവൻ ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ടെക്സ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റിലേക്ക് നിങ്ങൾക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടുത്തെ ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു ഇമേജ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏതാണോ ഇമേജ് വേണ്ടത് നിങ്ങൾക്ക് അത് എന്താക്കാം, അതൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദെൻ ടെക്സ്റ്റ് മാറ്റാൻ പറ്റും, ലേഔട്ട് മാറ്റാം, ദെൻ അതുപോലെ വിഷ്വൽ, അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു ഇതിൻ്റെയൊക്കെ ലേഔട്ടുകളും പ്രസൻറ്റേഷൻസിൻ്റെ ടൈപ്പുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലിങ്കുകൾ, വീഡിയോസോ കാര്യങ്ങളോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇവിടേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സോ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇവിടെ കളർ തീം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. നിങ്ങളൊരു പ്രസൻറ്റേഷൻ മാനുവലായിട്ട് ചെയ്തു, അതിൽ കാണിച്ചപ്പോൾ കുറേ ആൾക്ക് അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യുക? അതിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് 2 ദിവസം 3 ദിവസം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന അത്രയും ടൈം നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആയി. രണ്ടാമത് കുത്തിരുന്ന് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. ഇവിടെ ഒരൊറ്റ ക്ലിക്കിലാണ് കളർ മാറിയത് കണ്ടോ? അതിവിടെ മുകളിൽ ഫസ്റ്റിൽ എടുത്താൽ നിങ്ങൾക്ക് തീംസ് ഉള്ള ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടുന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ദെൻ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ദെൻ ഇവിടുന്ന് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ദെൻ പബ്ലിക് ലിങ്ക് ആക്കിയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പബ്ലിക് ആക്സസ് കൊടുത്ത് അങ്ങനെ ഷെയർ ചെയ്യാം. എക്സ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് എന്താക്കാം, എക്സ്പോർട്ട് കൊടുക്കാം. ദെൻ ഇത് നേരെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ആവും. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആക്കി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പവർ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ദെൻ എംബാഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ വെബ്സൈറ്റിലേക്ക് ഈ കണ്ടന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നിങ്ങൾക്ക് എന്താക്കാം, ഈ ലിങ്ക് ഇത് കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലിങ്ക് വെച്ച് ആരൊക്കെ കയറിയിട്ടുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാനും നമുക്ക് ഇവിടെ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ മറ്റൊരു ബ്രൗസിങ് സൈറ്റ് കൊണ്ടുപോയിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്ന പ്രസൻറ്റേഷൻസ് ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തു. സോ കണ്ടോ, ഞാനിവിടെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഡ്രാഗ് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ കണ്ടോ, ഒരാൾ ഇവിടെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എത്ര പേര് നോക്കി എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ അതിലൂടെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ഇത് കവർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദെൻ എത്ര മിനിറ്റ് എത്ര നേരമാണ് അതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എത്ര മിനിറ്റ് ഏത് ടൈമിനാണ് അവർ ലാസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഏത് മെയിൽ ഐ ഡി ആരാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഏതൊക്കെ കാർഡുകൾ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മോർ ടൈം വിത്ത് ഏത് ഇതിലാണ്
സോ ഏതൊക്കെ കുറച്ച് നേരം നോക്കി അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രസന്റേഷൻസ് ആണ് ഇവിടെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൺക്ലൂഷൻസിൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ദെൻ ഇവിടെ ഫസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. സോ ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്രസന്റേഷൻ ആരൊക്കെയാണ് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കാം. ദെൻ അതുമല്ല നിങ്ങളുടെ കയ്യിൽ സ്ക്രീൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിറർ ചെയ്ത് ഇവിടെ നേരിട്ട് പ്രസന്റേഷൻസ് കൊടുത്താൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രസന്റേഷൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ? ഹൗ വാസ് ടൂൾ യൂസ് ആണോ എല്ലാവർക്കും? എങ്ങനെയുണ്ട്? സോ ഇവിടുന്ന് നേരെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടും ലിങ്ക് ഷെയർ ചെയ്തും പ്രസന്റേഷൻസ് കൊടുത്തിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം, ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളിന്റെ ബാക്കി സെറ്റിങ്സ് തന്നെ എങ്ങനെയാണ് കണ്ടന്റ് എടുക്കേണ്ടത് കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓക്കേടെ. ഗാമ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഗാമ എന്നൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, GAMMA എന്നാണ് ഇതിന്റെ പേര്, ഗാമ. ഓക്കെ. സോ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഇതില്? സോ ഓക്കെ, ഞാൻ നേരത്തെ ഒരു 210 സംതിങ് 230 സംതിങ് ക്രെഡിറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് 198 ക്രെഡിറ്റ്സ് ആയി ഇവിടെ കുറഞ്ഞു. കണ്ടില്ലേ? ഇവിടെ 198 ക്രെഡിറ്റ്സ് ആയിട്ട് നിങ്ങൾ എൻ്റെ ക്രെഡിറ്റ്സ് ഇവിടെ കുറഞ്ഞു. ഞാനത് വർക്ക് ചെയ്തുകൊണ്ട് അതിൽ എൻ്റെ ക്രെഡിറ്റ്സ് കുറഞ്ഞു. ഓക്കെ. സോ നിങ്ങൾക്ക് ഇനി ക്രെഡിറ്റ്സ് കൂട്ടുന്നത് കാണണോ? ക്രെഡിറ്റ്സ് കൂട്ടണോ? അറിയണം എല്ലാവർക്കും? കിട്ടണോ? യെസ്. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് എന്താക്കുക, ക്രെഡിറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇവിടെ ക്രെഡിറ്റ്സ് എന്താക്കുക, എടുക്കുക. then ഇവിടെ റെഫർ എ ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു റെഫർ എ ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 200 ക്രെഡിറ്റ്സ് കൂടും. ഓക്കെ. ഇവിടെ 200 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ആഡ് ആവും. ഞാൻ നേരത്തെ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത ടൈമിന് എനിക്ക് 510 ക്രെഡിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇപ്പം ആ ഒരു അക്കൗണ്ടിൽ എൻ്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 1110 ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ. അത്ര ആൾക്കാർ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അത്രയും ക്രെഡിറ്റ്സ് ഇവിടെ കയറി. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൽ ടാസ്ക് അല്ലേ? അതിനുള്ള ട്രിക്ക് പറഞ്ഞിരണോ? നിങ്ങൾക്ക് കുറേ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണോ? അതായത് നിങ്ങൾക്ക് ഒരു 10 ആൾക്ക് ഷെയർ ചെയ്താലായിരിക്കും ചിലപ്പം 5 ആൾക്ക് ഷെയർ ചെയ്താലായിരിക്കും 100 1000 ക്രെഡിറ്റ്സ് കയറുന്നുണ്ടാവുക. അത് ഒരു കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയല്ലേ? എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതിനുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ അതിന് നമ്മൾ എടുക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാൽ മതി. ടെമ്പ് മെയിൽ. സോ ഈ ഒരു ലിങ്ക് കയറിയാൽ നേരെ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറിക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നുണ്ടാവുക. ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ കയറുന്നുണ്ടാകുന്നത് ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞ സൈറ്റിലായിരിക്കും. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ടെമ്പററി മെയിലാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടെമ്പററി മെയിലാണ് സെറ്റ് ചെയ്തിരുന്നുള്ളത്. ഒരിക്കലും ഈ ഒരു മെയിൽ നിങ്ങളുടെ ഒരിക്കലും ഒരു പേഴ്സണൽ യൂസിന് കാര്യങ്ങൾക്കൊന്നും ഷെയർ ചെയ്യരുത്. ഇതൊരു ടെമ്പററി മെയിൽ ഇപ്പം കിട്ടും, അത് മാത്രമേ പിന്നീട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിങ്ങനെ യൂസ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അതായത് ഇവിടെ നേരെ ലോഗിൻ ചെയ്തതായിരിക്കും കാണാം. നിങ്ങൾ ഇവിടുന്ന് ലിങ്ക് ഒരു മെയിൽ ID ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. ദെൻ നേരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇവിടെ സോറി, ഞാൻ എൻ്റെ ഗാമയുടെ റെഫറൽ ലിങ്ക് ഇവിടുന്ന് എടുക്കാം. ഈ ഒരു 198 ഉള്ളത് ഞാൻ ഇവിടുന്ന് എടുക്കാം. എൻ്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തു. ദെൻ ഞാനിവിടെ കൊണ്ടുപോയി അത് പേസ്റ്റ് ചെയ്തു. എൻ്റെ സെർവറിൽ അത് പേസ്റ്റ് ചെയ്തു. ഇവിടെ എനിക്ക് മെയിൽ ID അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഞാൻ ഇവിടുന്ന് മെയിൽ ID എടുത്തു. ഡയറക്റ്റ് നിങ്ങളുടെ മെയിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, ഇവിടുന്ന് മെയിൽ ID അടിക്കാനുള്ള ഓപ്ഷനുള്ള എടുത്ത് മെയിൽ ID അടിച്ചു കൊടുക്കുക. ദെൻ കണ്ടിന്യൂ വിത്ത് മെയിൽ കൊടുക്കുക. റോബോട്ട് ഓക്കെ ആക്കി കൊടുക്കാം. ഷെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം.
കൺഫേം യുവർ മെയിൽ ഐ ഡി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടെ നമ്മൾ മെയിൽ ഉണ്ടാവാന്നുള്ളത്. സോ ടെമ്പ് മെയിലിലേക്ക് സൈറ്റിലേക്ക് തന്നെ വരാം. ദെൻ നേരെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ അയച്ചിട്ടുള്ള മെയിൽ ഐ ഡി മെയിലിലേക്ക് ഗവൺമെൻറ് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. സോ ജസ്റ്റ് എന്താക്കുക, അതൊന്ന് ഓപ്പൺ ആക്കിയ വെരിഫൈ യുവർ വിത്ത് ഇമെയിൽ എന്നുള്ള അതൊന്ന് ജസ്റ്റ് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ പേര്, ലാംഗ്വേജ്, പാസ്വേഡ്, ഓക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു. ദെൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ച് വിട്ടു പോയതാണ്. കാര്യമായിട്ട് കണ്ടന്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് വിൻഡോ വന്നിട്ടുണ്ടാവുക. ദെൻ ഹോമിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 600 ക്രെഡിറ്റ്സുള്ള പുതിയൊരു ഇതായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഇവിടെ കണ്ടോ, ഞാൻ എൻ്റെ 198 ഗാമയുടെ ലിങ്ക് മാറി നോക്കാം. കണ്ടോ ഇവിടെ 398 ക്രെഡിറ്റ്സ് ആയത്, 200 ക്രെഡിറ്റ്സ് ഇവിടെ കൂടിയത് കണ്ടോ. നിങ്ങളുടെ ഓരോ ക്രെഡിറ്റ്സ് കുറയുന്ന ടൈമിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ഈ ഒരു ലിങ്ക് കയറിയിട്ട് നിങ്ങളുടെ ഗാമയുടെ റെഫറൽ ലിങ്ക് നിങ്ങളുടെ ബ്രൗസിങ്ങിൽ തന്നെ വെക്കുക. ദെൻ ആ ഒരു മെയിൽ ഐ ഡി അടിക്കേണ്ട ടൈമിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു പുതിയ മെയിൽ ഐ ഡി എടുത്തു കൊടുക്കാം. ദെൻ എന്താക്കുക, ലോഗിൻ ചെയ്താൽ മതി. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം ഗ്രൂപ്പിൽ. ഓക്കെ, എങ്ങനെയുണ്ട്? അതായത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം എടുത്താൽ ചിലപ്പോൾ ഒരു 2000, 3000, 4000 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 400 ക്രെഡിറ്റ്സിനാണ് ഏകദേശം $8 എന്ന് പറയുന്നത്. 1600 രൂപ അല്ലെങ്കിൽ 2000 രൂപ സംതിങ് വരുന്നത് വെറും 400 ക്രെഡിറ്റ്സിനാണ്. നിങ്ങളൊരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്രത്തോളം ക്രെഡിറ്റ്സ് ആണ്. നിങ്ങൾക്ക് കുറേ നേരം ക്രെഡിറ്റ്സ് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ക്രെഡിറ്റ്സ് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൂളുകൾ ക്ലിയർ ആണോ? ഓക്കെ ആണ് എല്ലാവർക്കും? എങ്ങനെയുണ്ട് ടൂള്? സോ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമോ ടൂള്? സോ എങ്ങനെയുണ്ട് എല്ലാവരും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഹെൽപ്പാണ് എല്ലാവർക്കും ഈ ടൂള്? എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടോ? എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് ഇതിൽ അറിയണോ? വേറെ എന്തെങ്കിലും ഇതിൽ അറിയേണ്ടതുണ്ടോ? ഓക്കെ, താങ്ക് യു. സോ നിങ്ങളുടെ എത്രത്തോളം ടൈം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ അതുപോലെ ഞാൻ ഇതേ ഒരു ഫംഗ്ഷൻ വരുന്ന പക്ഷേ ഇത്രത്തോളം ഒരു ഡിസൈനിന് ചിലപ്പോൾ ഇത്രത്തോളം ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ടൈമിലൊക്കെ പെട്ടെന്ന് കിട്ടാത്ത ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് കൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സ്ലൈഡ്സ് ഗോ എന്ന് പറഞ്ഞ സൈറ്റ് ആണ്. സോ അതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെയും പ്രസൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്താൽ മതി. ദെൻ ഇവിടെ എന്താക്കാം, പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്താൽ കിട്ടുന്നുണ്ടാവുക. ഇവിടെ കുറേ പ്രീ ജനറേറ്റഡ് പ്രോംപ്റ്റ്സ് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം, ഇവിടെ ട്രൈ ടു വിത്ത് എ ഐ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും ട്രൈ നോ കൊടുക്കാം. ദെൻ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. നിങ്ങളുടെ ടോപ്പിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ജസ്റ്റ് അനദർ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ? വുമൺ എംപവർമെൻ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കമൻറ്റ് ചെയ്യോ ആരെങ്കിലും? എനിവൺ, ആരെങ്കിലും ഒരു ടോപ്പിക് കൂടി കമൻറ്റ് ചെയ്താൽ സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ചെയ്ത് നോക്കാം.
സോ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ? സോ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ. ഓക്കെ, ട്രാവൽ ആൻഡ് ടൂറിസം കൊടുത്തു. ഒരു പ്രൊഫഷണൽ സാധനമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക. ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം. മലയാളം അവൈലബിൾ അല്ല, ഇംഗ്ലീഷ് കൊടുക്കാം. ഒരു 8 സ്ലൈഡ് കൊടുത്തു. സോ ഇതിലൊരു പ്രൊഫഷണൽ സാധനം അല്ലെങ്കിൽ ഒരു എലിഗൻ്റ് സാധനം നമ്മളിവിടെ കൊടുത്തു. ജനറേറ്റ് പ്രസൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് വെയിറ്റ്. പേഴ്സണൽ യൂസ് കൊടുത്താൽ മതി. ജസ്റ്റ് വെയിറ്റ്. സോ നിങ്ങളുടെ പ്രസൻറ്റേഷൻസ് ഇവിടെയും സെറ്റായി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇവിടെ ചിലപ്പോൾ അത്രത്തോളം ഒരു ഡിസൈനിന് ചിലപ്പോൾ അത്രയും എന്താ പറയുക ഭയങ്കര ഫോർമാറ്റ് ഒരു ഭയങ്കര ക്രിയേറ്റീവ് സാധനം ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കണ്ടന്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ കണ്ടന്റും പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, എഡിറ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മാറ്റാനും അങ്ങനത്തെ എല്ലാ എഡിറ്റുകളും ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും പറ്റും. ഓക്കെ, ഫോണ്ട് മാറ്റാനും ഫോണ്ട് ചേഞ്ച് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കൺക്ലൂഷൻസ് എഡിറ്റ് ചെയ്യാനും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെയും പോസിബിൾ ആണ്. ഇമേജ് ആഡ് ചെയ്യാനും വീഡിയോസ് ആഡ് ചെയ്യാനും QR കോഡ്സ് ജനറേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനും പ്രസൻറ്റേഷൻസുകൾ സെറ്റ് ചെയ്യാനും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെയും പോസിബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനിൻ്റെ ലേഔട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഏതാ ഇഷ്ടപ്പെട്ടത്? ഗാമയാണോ, ഗാമയിലത്തെ ഡിസൈൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ലൈഡ്സ് പോലത്തെ ആണോ? ഏതാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? ഗാമ. ഓക്കെ, അതാണ്. സോ അത്രയും പ്രൊഫഷണൽ സാധനമാണ് ഗാമ തന്നിട്ടുള്ളത്. സോ ഇതും ഒരു ഫ്രീ ടൂളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ കണ്ടന്റ് പ്രസൻറ്റേഷൻസ് എല്ലാവരും നോക്കി നിൽക്കുകയുണ്ടാവുക ഗാമ യൂസ് ചെയ്താലായിരിക്കും. ഓക്കെ, സോ ഇതായിരുന്നു നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ കവർ ചെയ്യാണ്ടായിരുന്നത്. സോ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക്കിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ടോപ്പിക്കിൽ ഏതെങ്കിലും മൊഡ്യൂളിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ? ഓക്കെ ആണോ? നമുക്ക് ഇനി ഒരു പെൻഡിങ് സെക്ഷൻ, ഒരു സെക്ഷൻ കൂടിയാണ് ബാലൻസ് ഉള്ളത്. അത് നമുക്ക് തിങ്കളാഴ്ച മൺഡേ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നാളെ ലീവ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഏതെങ്കിലും ടോപ്പിക്കിൽ ഇനി ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണെങ്കിൽ ഓക്കെ കമൻറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഒരു ആക്ഷൻ ടേക്കേഴ്സ് ആയി മാറണം. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റങ്ങൾ, പുതിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ വന്നിട്ടുള്ളത്, അതിന്റെ റിട്ടേൺസ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നിങ്ങൾ മാക്സിമം എല്ലാത്തിലേക്കും എൻഗേജിങ് ആക്കുക. എല്ലാ ഒരു ഏരിയയിലും ടോപ്പിക്കിലും നമുക്കും ഒരു ചെറിയൊരു അറിവെങ്കിലും ഉണ്ടായാൽ മാത്രമേ നമുക്കും ഫ്യൂച്ചറിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇതൊരിക്കലും നിങ്ങളൊരു ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് അത് ഇൻ ഫ്യൂച്ചർ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. മാർക്കറ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു AI എന്താണെന്നുള്ള ആർക്കും അറിയില്ല. അതാണ് എല്ലാവരും ജോയിൻ ചെയ്യാൻ എന്താന്ന് അറിയാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇനി ഒരു വർഷം 2 വർഷത്തിന്റെ ഉള്ളിൽ ഇത് എഡ്യൂക്കേഷൻ രംഗത്തേക്കും എല്ലാത്തേക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിനായിരിക്കും അവർ വിചാരിക്കുക അന്ന് പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളത്. സോ നിങ്ങളൊക്കെ ആദ്യം നേരെ ആക്ഷൻ എടുത്തു. സോ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ തരാനുണ്ടായിരുന്ന
ഒരു കോർ കണ്ടന്റും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നതും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ഈ സെക്ഷൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. ഇറ്റ്സ് മീ അൻസ. ഓക്കെ, ഗുഡ് നൈറ്റ്. സോ നമുക്ക് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് നൈറ്റ്.